ഹലോ, ഗുഡ് മോർണിംഗ്. സമയം ഇപ്പം എത്രയായിന്നറിയോ? നോക്കാട്ടോ. 10:15. അപ്പം നമ്മളെ ചോറായി. പിന്നെ രാവിലത്തെ ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തി പിന്നെ എന്താണ് പട്ടാണിക്കുറുമ കറിയിനും. ഉണ്ണിയേട്ടന് ശനിയാഴ്ചയല്ലേ. പിന്നെ നമ്മളെ മോന് രാവിലെ പോകണം. അപ്പം അവന് 2 മുട്ട പുഴുങ്ങി കൊടുക്കും, കോഫി അത് മാത്രം കഴിച്ചിട്ട് അവൻ പോകും. പിന്നെ അവനവിടെ ചായയും പിന്നെ ചോറും എല്ലാം ഉണ്ട്. അപ്പം നമ്മളതൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. പിന്നെ നമ്മൾ ചോറ് വെച്ചു. പിന്നെ അയില മുളകിട്ടു, കുഞ്ഞനയില മുളകിട്ടു. പിന്നെ തക്കാളിയും മുരിങ്ങക്കായും തേങ്ങ അരച്ച് കറി വെച്ചു, പപ്പടം പൊരിച്ച്. മീൻ പൊരിക്കാണ്ട് പൊരിച്ചില്ല, ഇനി മോൻ വരുമ്പോൾ പൊരിക്കുള്ളൂ. നമ്മൾ ഉണ്ണിയേട്ടന് വേണ്ടല്ലോ. അപ്പം നമ്മളൊന്ന് ഉച്ചയ്ക്ക് പച്ചക്കറി മീൻ കറിയൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഒതുങ്ങാം. അങ്ങനെ നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുകയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ കഥ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കഥയിലിട്ട് പോവാം. എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, സന്തോഷമായിട്ടിരിക്കുകയാണ്. എല്ലാവരും വർക്കിന് പോയി, സ്കൂളിൽ പോയി, കോളേജിൽ പോയി, എല്ലാവരും പോയി. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു വണക്കം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ 4ാമത്തെ ദിവസമാണ് നമ്മൾ കഥ പറയുന്നതെന്ന് കേൾക്കുന്നുണ്ടോ? കേട്ടോളൂ കേട്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് എഴുതിയതല്ലേ. ഞാനതിപ്പോൾ വായിക്കുമ്പോൾ ചിരിക്കുക ചെയ്യുന്നത്. ഞാൻ അന്നത്തെ ഇത് വെച്ചിട്ട് നമ്മളെ അനുഭവം വെച്ചിട്ട് നമ്മളെ ഒരു ഇതിൽ അങ്ങനെ ആ കഥ പോയതാണ് കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒരാൾ വായിക്കുന്നുണ്ട് കേട്ടോ. കാരണം ആരാ അറിയാം, ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, കഥ പറയുമ്പോൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വലിച്ചിടരുത്, കഥ തന്നെ പറഞ്ഞിട്ട് പോകണം എന്ന്. എന്താ വെച്ചാൽ അത് വല്ലാത്തൊരു ശല്യമായിട്ട് ആൾക്ക് തോന്നുന്നു. എൻ്റെ ഓനൊക്കെ ആദ്യം അറിയണമെന്നുണ്ട്, അതുകൊണ്ട് ഓൻ ആദ്യം നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ തോലിയം പറയലൊക്കെ എന്നും കേൾക്കണമല്ലോ, പിന്നെ വീഡിയോയിലും കൂടി കേൾക്കാറുണ്ടല്ലോ, ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നു. അതാണ്. അപ്പോൾ ഞാൻ ഈ കേൾക്കുന്നുണ്ടോ? ഞാൻ കാണുന്നുണ്ട്, എന്നോട് പറയാം. അപ്പോൾ ഫ്രീ ടൈമിൽ ഇരുന്ന് കാണുക. അപ്പം നമുക്ക് ഇനി തോണിയര പറച്ചിൽ അങ്ങോട്ട് നിർത്താം, നമുക്ക് ആദ്യം അങ്ങോട്ട് പറയാം. അങ്ങനെ എന്താ പറഞ്ഞത്, നൈറ്റിൽ പാലില്ലാതെ അവൻ തിരിച്ച്. അപ്പോൾ ഡക്സ് എൻ്റെ കൂടെ വന്ന് ഞാൻ അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട്. എന്താ അറിയാം, ഡക്സ് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കാൻ തുടങ്ങും. ഓന് ഞാൻ എന്താ സംസാരിക്കുന്നത് കണ്ടാലൊക്കെ ഭയങ്കര എൻ്റെ മക്കളെ കഥ പറഞ്ഞു, എൻ്റെ കഥ പറയാൻ കഴിയൂല, അതവിടെ വേറെ കാര്യം. അപ്പം ഞാൻ ഓനെ അങ്ങോട്ട് കൂട്ടിയതാണ്. അപ്പം എനിക്ക് കുറേ ഉമ്മയൊക്കെ തന്നെ. ഞാൻ ഇവിടെ നിലത്തിരുന്നപ്പോൾ ഓന് പെട്ടെന്ന് എന്നെ ഉമ്മ വെക്കാനൊക്കെ കിട്ടിയല്ലോ. ഡക്സ് ഒന്ന് വന്ന് ഹായ് പറയും, ബാ അമ്മയുടെ അടുത്തേക്ക് വാ വാടാ, വിളിച്ചാലൊന്നും വരില്ല, അങ്ങനത്തെ കുട്ടിയാ. വാ നമുക്കൊരു ഉമ്മയോ എന്നപ്പോ അവിടെ നട്ടാ ഇനി ഒച്ച ഉണ്ടാക്കിയിട്ട് നിൽക്കൊണ്ട് ഞാൻ ഇവിടെ കഥ പറയാണ്, ഞാൻ അടി കിട്ടും കൊണ്ടുവന്ന അബദ്ധമായി എന്നാ തോന്നണത്. അപ്പം നമ്മൾ കട്ടിലിൻ്റെ മുകളിലാണ് ഫോണൊക്കെ വെച്ച്. അപ്പം നമ്മൾ ഇങ്ങനെ നോക്കണം. അപ്പം ഇവിടെ ഇരുന്ന് നമുക്ക് സ്വസ്ഥമായിട്ട് പറയാമല്ലോ. അവിടെ ഇരുന്ന് ഡൈനിങ് ഹാളിൽ ഇരുന്ന് പറയുമ്പോൾ അമ്മായി കേൾക്കും. അമ്മായി കേൾക്കണതിനൊന്നും ഇല്ല, അമ്മായിൻ്റെ മുന്നിൽ നമ്മളെല്ലാം പറയണതാണ്. എന്നാലും അപ്പം എന്താ പറഞ്ഞ നൈറ്റിൽ. അപ്പോൾ അവൾ അപ്പം തന്നെ അകത്തേക്ക് പോന്നു കേട്ടോ. മഞ്ജു ചേച്ചിയാണ് മറച്ചത് എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് എന്തോ പോലെ തോന്നി. അവൾ അങ്ങനെ അകത്തേക്ക് പോന്നു. അപ്പോൾ പിന്നെ ഇവ ഒന്നും പറയാണ്ട് എന്നാൽ ശരി എന്ന് നൈറ്റിലും നമ്മൾ ഭക്ഷണം മുടങ്ങിയെന്ന് പറയല്ലാണ്ട് എന്താന്ന് പറഞ്ഞ് പോയപ്പോൾ അവൾക്ക് ഒരു ഫീല്. കാരണം ഒരാൾ ഭക്ഷണം കഴിക്കാതെയും എല്ലോ മുടങ്ങിപ്പോയല്ലോ എന്നുള്ളൊരു എന്തോ ഒരു വലിയ മനസ്സിന് കട്ടിയില്ലാത്തൊരു കുഞ്ഞാണ് അവൾ. അവൾക്ക് ഒരു വിഷമം തോന്നി. അവൾ അവിടെ അങ്ങനെ പോയി കട്ടിലിൽ പോയി കമിഴ്ന്ന് അവിടെ കിടക്കും. അപ്പോൾ ഹരി അവിടെ നിന്ന് പോയപ്പോൾ അവൻ വീട്ടിൽ എപ്പോഴും നിത്യ സന്ദർശകനാണ്. കാരണം അവൻ്റെ ഫാമിലി ഒന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അവന് പിന്നെ ആകെ ഈ അമ്മേനായിട്ടാണ് സംസാരിക്കുക. അമ്മേനായിട്ട് വിശേഷം പറയുക, അമ്മ എന്തെങ്കിലും വെച്ചാലോ ഇതായാലും ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പിന്നെ അമ്മ പറയും, മോനെ ഇവിടുന്ന് ചോറ് നിന്നിട്ട് പോയിക്കേടാന്ന് പറഞ്ഞാൽ വേണ്ട അമ്മേന്നറിയാം. അപ്പം മഞ്ജു ഇങ്ങനെ കിടക്കുമ്പോൾ ജിഷ എഴുത്തൊക്കെ മാറ്റി വെച്ച് വന്നിട്ട്, ചേച്ചി എന്താ കിടക്കണേന്ന് വെച്ചിട്ട് ഓളെ മേലേക്ക് ചാരി കിടക്കും. എന്താ ചേച്ചി ഞാനാണെന്ന് പറഞ്ഞാൽ ഓരോന്ന് പറയും, ചീത്തയൊക്കെ പറയും, ഏട്ടന്മാരെ മാതിരിയാണ്. അപ്പോൾ ഏച്ചിയാണെന്ന് പറഞ്ഞതിനെ കൊണ്ട് ഹരിയേട്ടൻ ഒന്നും പറയാണ്ട് പോയില്ലേ എന്നൊക്കെ പറയും.
അപ്പോൾ അവളറിയും എനിക്കൊന്നുമില്ല. അപ്പോൾ ചെറിയമ്മ വരും, വരി ഭക്ഷണം കഴിക്കാൻ. അവളറിയും വേണ്ട. പറയും അവൻ ഭക്ഷണം കഴിച്ചില്ല എന്നൊക്കെ വെറുതെ പറയണ മോളെ, അവൻ ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയും ചെറിയമ്മ. പിന്നെ അങ്ങനെ അവർ എല്ലാവരും കൂടി, ചെറിയച്ഛൻ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച് നൈറ്റിൽ ഗുഡ് നൈറ്റ് പറഞ്ഞ് വിളക്കണച്ച് കിടന്നു. ഗുഡ് നൈറ്റ് പറഞ്ഞ് അങ്ങനെ അവർ ഉറങ്ങാൻ കിടന്നപ്പോൾ അവൾ എന്ത് ചെയ്ത് ജിഷാൻ്റെ അടുത്തുനിന്ന് വേഗം ഒരു റൂമിൽ 2 കട്ടിലുണ്ട്, ചെറിയച്ഛൻ മറ്റേ റൂമിൽ കിടന്നു. അങ്ങനെ ഇതിൽ കുറേ വിവരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ചുരുക്കിയിട്ടാണ് നമ്മൾ പറയണത്. അപ്പോൾ അത് ചുരുക്കി തന്നെ ഞാൻ വേറെ ഒരു ബുക്കിലേക്ക് ഇന്നത്തേത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴും പറഞ്ഞ് നൈറ്റിലും ബാക്കി പറയാമായിരിക്കും. അത് ഇന്നലെയൊക്കെ ഞാൻ എന്താ ചെയ്ത്, ഇന്നലെ രാത്രി പറഞ്ഞ്, പിന്നെ മിനിയാന്ന് രാത്രി പറഞ്ഞ്, പിന്നെ ഇന്നലെ രാവിലെ പറഞ്ഞു, അങ്ങനെയെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച. അപ്പോൾ ഞാൻ വിചാരിച്ചല്ല, ഒരു ദിവസം തന്നെ പറയണം അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇടയിൽ കയറി ഇങ്ങനത്തെ പറയരുതെന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ ഞാൻ പറയില്ല, ഇനി ഞാൻ പറയേയില്ല. അങ്ങനെ എനിക്കും മറന്നു പോകും, ഞാനൊരു മറവി രോഗിക്കാരിയാണ്. അങ്ങനെ ഇവള് ചെറിയമ്മൻ്റെ അടുത്ത് പോയി കിടക്കും. അപ്പോൾ ജിഷാറിന് എന്താ ഇച്ച് എൻ്റെ അടുത്ത് കിടക്കാതെ എന്നൊക്കെ പറയും. നാളെ എൻ്റെ അടുത്ത് കിടക്കാം, അതൊക്കെ പറയാണ്, നാളെ അവിടെ തന്നെ ആയിരിക്കും കിടക്കാറുണ്ട്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും കിടക്കാന്നൊക്കെ അവൾ പറഞ്ഞ്, അങ്ങനെ ഒരു തമാശക്ക് പറഞ്ഞ അവൾ പറയും ചെറിയമ്മയ്ക്ക് നാളെ ഇന്ന് അമ്പലത്തിൽ പോകണം. അവൾ ചെറുതാകുമ്പോൾ അമ്പലത്തിലൊക്കെ പോകണം. 5ാം ക്ലാസ് വരെ അവൾ ഇവിടെയാണ് പഠിച്ചത്. പിന്നെ അവൾ അച്ഛൻ വന്ന് കൊണ്ടുപോയിട്ട് പിന്നെ ഹോസ്റ്റലിൽ ചേർത്തി. അവൾ കൊച്ചി എന്ന് പറയണ ഇപ്പോഴത്തെ എറണാകുളമാണല്ലേ. ആണീനെ അന്നൊക്കെ അതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവൾ അവിടേക്ക് പോയി. അപ്പോൾ അവൾ അറിയാം അമ്പലത്തിൽ പോകണോ, രാവിലെ വിളിക്കണം കേട്ടോ. അപ്പോൾ ചെറിയമ്മ അറിയാം ജിഷയ്ക്ക് ശനിയാഴ്ചയാണ് നാളെ കോളേജില്ല. അപ്പോൾ അവൾ നേരത്തെ നീക്കിയിരിക്കുക. ആർക്കും അറിയാം അവൾ നീക്കുമെന്ന്, അവൾ എത്ര വിളിച്ചാലും എണീക്കില്ല എന്നൊക്കെ പറയാം. അപ്പോൾ ഇന്ന് തുമ്മാ വരുന്നത്, അപ്പോഴേക്കും ഒരു തുമ്മൽ വന്നു. ഇങ്ങനെ മേലോട്ട് നോക്കിയിട്ടില്ല, അതിൻ്റെ കൊണ്ടിട്ടായിരിക്കും. അപ്പം അവളെ നീക്കാൻ മടിച്ചെന്നൊക്കെ പറയും. അപ്പോൾ അവൾ അറിയില്ലേ ഞാൻ എന്തായാലും എനിക്ക് വെച്ചേറി. അങ്ങനെ അവർ കിടന്നുറങ്ങി. നേരം വെളുത്തിട്ട് ഇങ്ങനെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വെളിച്ചങ്ങനെ വെളിച്ചം അവളെ കണ്ണിലേക്ക് അടിച്ചിട്ടാണ് ഇവൾ ഉണരുന്നത്. അത്രയും സമാധാനത്തിലും ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ അവൾ അമ്മേൻ്റെ കൂടെ കിടന്ന ആ ഫീലിൽ അവൾ ഉറങ്ങിപ്പോയി. നേരെ വെളുത്തറിഞ്ഞില്ല. അപ്പോൾ ചെറിയ മോളെ വിളിച്ചതുമില്ല. അപ്പോൾ അവളിങ്ങനെ എണീച്ച് വന്ന് ചെറിയമ്മ അടക്കളയിൽ ഇങ്ങനെ കുളിച്ച് നേരിയ കസവ് മുണ്ടൊക്കെ എടുത്ത് അങ്ങനെ നല്ല ഡീസൻറ്റിലാണ് ചെറിയമ്മ അടക്കുക. അല്ല വെളുത്ത് ഹൈറ്റ് കുറഞ്ഞൊക്കെ ഒരാളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ വിവരിച്ചത്. അത് വിവരണം വേറാനുണ്ട് ഒരു പേജ്. അപ്പോൾ അങ്ങനെ അവരെ കണ്ടിട്ടുള്ളൂ. നല്ലൊരു തറവാട്ടിൽ പിറന്നൊരു വ്യക്തിയാണെന്ന് വേഗം മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവൾ ചെറിയമ്മനെ കണ്ടപ്പോൾ നല്ല ഭസ്മൊക്കെ തൊട്ട് വിളി കഴിഞ്ഞപ്പോൾ ചെറിയമ്മ എന്നെ വിളിച്ചില്ല. പറഞ്ഞു മോൾ ഉറങ്ങണ കണ്ടപ്പോൾ ചെറിയമ്മക്ക് വിളിക്കാൻ തോന്നിയില്ല, ഇന്ന് വൈകുന്നേരത്തെ ദീപാരാധന തൊഴാൻ പോവാം, അതാ നല്ലതെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ അവൾ മോൾ വേഗം പോയി പല്ല് വെച്ച് കുളിച്ചിട്ട് വാ. ചെറിയപ്പോൾ ഞാൻ ഒന്നും ചെയ്യണ്ട, വേഗം പല്ല് വെച്ച് കുളിച്ചിട്ട് വാ, നമുക്ക് ചായയൊക്കെ കഴിക്കാറുണ്ട്. അപ്പോഴേക്ക് ചായയൊക്കെ റെഡിയാക്കി ചെറിയമ്മ. അപ്പോൾ ഇവളെന്ത് ചെയ്യും, അപ്പോഴേക്ക് ജിഷയ്ക്ക് ഡ്യൂട്ടി ഉണ്ട്. അത് ഞാൻ ഇതിലിങ്ങനെ പറഞ്ഞ് നിങ്ങളെ പോരടിപ്പിക്കുന്നില്ല. കുറച്ച് വീടുകളിലൊക്കെ പാലൊക്കെ കൊണ്ടെടുത്ത് ഇനിയോ പറയില്ല കേട്ടോ. ഇനി പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഉണ്ണിയാട്ടം ഇട്ടേച്ച് പോയാൽ നിങ്ങൾ പോകും, അതുകൊണ്ട് പറയണില്ല, ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവള് ജിഷനെ നോക്കി അടക്കപ്പുറത്ത് കൂടെ അവൾ വന്നിട്ട് നമ്മളെ മറുത്ത് സിറ്റ് ഔട്ടിൻ്റെ മുറ്റത്ത് വന്ന് നിന്നിട്ട് അവൾ പഠിപ്പരേൻ്റെ അവിടെ പോയി. അവിടെ സ്റ്റെപ്പില്ല, ഞാൻ പറഞ്ഞില്ല അവൾ പല്ല് വയ്ക്കുന്നുണ്ടെന്ന്. അതൊരു പഠിപ്പനുണ്ട്, അപ്പോൾ മതിലുണ്ട്. അപ്പം അവൾ അവിടെ ഇരുന്ന് ഇങ്ങനെ പല്ലിങ്ങനെ തേക്കി വയ്ക്കും. അപ്പോൾ ഉണ്ടാവുമ്പോളെ ബൈക്കാരെ സുറന്ന് പറഞ്ഞിട്ട് പറന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നേരെ വഴി വന്നിട്ട് ഇങ്ങോട്ടേക്ക് ആ ലൈനിലേക്കുള്ള വഴി, ഇങ്ങോട്ടേക്ക് വേറെ ഒരു വഴി, പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു വഴിയുണ്ട് അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ പോകാൻ. അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ വീട് ഞാൻ കാണുകയാണ്. ഭാവനയാകും വരി നിൻ്റെ മോനെ തേച്ച് പിടിക്കുക, അല്ലെങ്കിൽ ഞാൻ ആ വരി നിപ്പാടി. അപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ വിശേഷം പറയും, ഓനെ കാക്കണം കേട്ടാൽ മതി, പിന്നെയല്ല അല്ലേ. അങ്ങനെ ആൾ നേരെ ഇങ്ങോട്ടേക്ക് പോയി പറത്തിച്ചങ്ങോട്ട് ലൈനിലേക്ക് കയറി. അപ്പോൾ ഇവളിങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ പുല്ലിച്ച് ഇങ്ങനെ തുപ്പിങ്ങോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ
അയ്യോ ഒന്നും പറയണ്ട, എന്ത് ചോമ ഇന്ന് ഇച്ചിരി തോനെ കഥ പറയണമെന്ന് വിചാരിച്ചതാ. അപ്പോൾ ലൈനിലേക്ക് അങ്ങോട്ട് പോയി കയറിയപ്പോൾ അവളിങ്ങനെ നോക്കിയപ്പോൾ വണ്ടിമന്ന് ഇറങ്ങി തൊപ്പി ഉരി ഇറുകിയ കറുപ്പ് ട്രൗസറാക്കി ചുവപ്പും വെള്ളി ലൈന് സെറ്റർ ബനിയനയക്കും പിന്നെ ഒരു തൊപ്പി ഇട്ട് ഷൂ സോക്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഓടാനോ ചാടാനൊക്കെ പോയി വരികയാണ്. അപ്പോൾ വണ്ടിമേലേക്ക് ആ തൊപ്പി ഉരി അവിടെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഓടിട്ട ലൈനാണ്. പണ്ട് ലൈന് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. ഇപ്പോൾ അതിനെന്തൊക്കെയാ പറയുക, ഫ്ലാറ്റ് അങ്ങനെയൊക്കെ ആണ് പറയുക. ഇതിങ്ങനെ ഓരോ വീട് പോലെ ഒരു വലിയ ലൈൻ എന്നിട്ട് ഓരോരുത്തർ താമസിക്കുക, ഓരോ വീട്ടുകാർ താമസിക്കുക. അപ്പോൾ അവിടുന്ന് ആ ഇറയിൽ ചാടി പിടിച്ച് ഒറ്റ ആട്ടം അങ്ങോട്ട് ആടും, ഇങ്ങനെ അങ്ങോട്ട് ആടും. ആടിയിട്ട് പിന്നെ ചാടി ഇറങ്ങും. അപ്പോൾ വിളിയായിരിക്കും, മനുഷ്യനെന്താ വട്ടാണോ, എന്നെ കാണുന്നതിൻ്റെ മുന്നേ വേണം നീച്ച് പോയി കട്ടച്ച്. അവൾ അവിടെ നിന്ന് നീക്കുമ്പോൾ തന്നെ അവൻ ചാടി ഇറങ്ങി ഇവളെ കണ്ട്. അപ്പോൾ ഇവളോട് അറിയാം അങ്ങോട്ട് ഇടവയിലേക്ക് ഇങ്ങോട്ട് ചാടി ഇറങ്ങിയിട്ട് പറയാം, ഞാൻ കണ്ടിന്യൂ വരുന്ന വഴിക്ക്. അവളൊന്നും ഉണ്ടില്ല. പിന്നെ അപ്പോൾ അവളോട് എന്താ പറഞ്ഞത്, അവളോട് പറയും പിന്നെ എങ്ങനെയുണ്ട് ഇവിടുത്തെ സന്ധ്യകളും പുലരികളും മനസ്സിന് കുളിർമയൊക്കെ തന്നോന്ന് വയ്ക്കും. അത് കട്ടപാടണവർക്ക് ഈ മനുഷ്യനെങ്ങനെ, ഞാൻ പറഞ്ഞ വരികൾ ഈ മനുഷ്യനെങ്ങനെ മനപ്പാടം പോലെ ചോദിക്കണതെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്തു പെട്ടെന്ന് അവിടെ നടന്നു പോകും. അപ്പോൾ എന്താ അറിയാം, ഇവിടെ വീട്ടിലെ നിത്യസന്ദർശകനാണ് ഇവളെ കത്തൊക്കെ വായിച്ച് ചെറിയമ്മ ഇങ്ങനെ ഒരു ദിവസം കരയായിരിക്കും. അത് ഞാൻ വയ്യ പറയുന്നുണ്ട്, അപ്പോഴേ ആ ഭാഗം പറയാൻ പറ്റുള്ളൂ. അങ്ങനെ അവൾ വേഗം പോയി പുതിയ മാക്സി നൈറ്റൊക്കെ ഇങ്ങനെ ഗൾഫത്തെ സാധനമൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവൾ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ അത് ഒരു നീല ആകാശ നീല, അതൊക്കെയാണ് ആകാശ നീല. എന്നിട്ട് വരുന്നുണ്ട് പഠിച്ചോനെ മാക്സി ആകാശ നീല. പിന്നെ നമ്മളെ മാക്സി നല്ല ക്ലോത്തിൻ്റെ ദുബായ് സാധനം, ദുബായ്. അപ്പോൾ പിന്നെ അവൾ കുളിച്ചിട്ട് അതിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ എന്തോരു ഭംഗിയാണ്. മെലിഞ്ഞെന്ന് പറഞ്ഞാൽ നന്ന മെലിഞ്ഞിട്ടില്ല, പാകമായ ശരീരം, തോനെ അരയ്ക്കൊപ്പം മുടി വെളുത്തിട്ട് സുന്ദരിയാണ് അവൾ. അപ്പോൾ അവളിങ്ങോട്ട് വന്നപ്പോൾ മുടി കഴിച്ചിട്ട് ഇങ്ങനെ വന്നപ്പോൾ വെള്ളം ഇങ്ങനെ ഉച്ചു വിഗയിക്കും മുടിന്ന്. അപ്പോൾ ജിഷ അങ്ങോട്ട് വന്ന് പാലൊക്കെ കൊണ്ടു കൊടുത്തു, പാല് പറയില്ല ചേച്ചാണ് കൊണ്ടുകൊടുത്ത് വന്ന് അവൾ അമ്മ പറയും വേഗം പല്ല് വെച്ച് കുളിക്കടി, പിന്നെ അന്ന ഇവിടെ കാത്തുക്കൂല, ഞങ്ങൾ ചായ കുടിക്കുക. ഒരു ചേച്ചി ഞാൻ ഇപ്പോൾ വരും. എൻ്റെ ചേച്ചി മുറ്റത്തൊന്നും ഇറങ്ങില്ല കേട്ടോ. അവളേക്ക് എന്ത് എൻ്റെ ചേച്ചിനെ കണ്ണ് വെക്കുക ആൾക്കാർ, അത്രയ്ക്ക് സുന്ദരിയാണെന്ന് അറിയുള്ളൂ. അപ്പോൾ അവൾ ഒന്ന് പോടിയെന്ന് പറയും. അപ്പോൾ ഒക്കെ ഒന്ന് സുഖിച്ചുണ്ടാവുമായിരിക്കും, അതിനെപ്പറ്റിയൊന്നും ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ പറയാം. അപ്പോൾ എൻ്റെ അമ്മ പ്രത്യേകം പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഉണ്ടാക്കലൊന്നും വേണ്ട, അതിലെങ്ങനെയാ എഴുതി അതുപോലെ പറഞ്ഞാൽ മതി, ഇത് ആരാ പോയ. അങ്ങനെ ഞാൻ മതിൽ കെട്ടിയല്ലോ, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഒക്കെ കഴിഞ്ഞപ്പം പിന്നെ ഇവരിങ്ങനെ കുലായിലിങ്ങനെ വീതണുണ്ട്, പിന്നെ കസാര ഇതൊക്കെ ഉണ്ട്, സോഫ അങ്ങനെയൊക്കെ ഉണ്ട്. പണ്ടത്തെ ചേരീൻ്റെ സോഫ, നീളത്തിലുള്ള സോഫ. ഇപ്പോഴും അതന്നെ ആയിരിക്കും ചേരിയൊക്കെ നിറച്ചേക്കും. ഇപ്പം ബെഡിൽ വരെ ചേരിയാണ്. അപ്പോൾ ഇവർ അരമതിൽ കയറി ജിഷ കാല് നീട്ടിയിരിക്കും. അപ്പോൾ ഇവൾ കസാലയിൽ ഇങ്ങനെ പുറത്തേക്ക് തലി വെച്ച് ഇങ്ങനെ ഇരിക്കും, തടി വെച്ചിട്ട് ഇങ്ങനെ ചരടിമേൽ ഇങ്ങനെ കൈ ഒന്നി ഇരിക്കുകയാണ്. അപ്പോൾ ചെറിയമ്മ ഒരു ടിഫിൻ പാത്രത്തിൽ എന്തോ വെച്ചിട്ട് കൊണ്ടുവന്നു. മോളെ ഇതൊന്നും ഹരിക്ക് കൊണ്ട് കൊടുത്തേക്കെന്ന് പറയാം, ഫുഡ് എന്തോ രാവിലത്തെ എന്തോ ആണ്. അപ്പോൾ ജിഷ എനിക്ക് കഴിയൂലേ അപ്പോൾ ഒന്നും കൊണ്ടു കൊടുക്കാന്ന് പറയും. അപ്പോൾ വിളിക്കും എന്തിനാ ചെറിയമ്മ അതൊക്കെ കൊടുക്കണത്, ഒക്കെ ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ ഓരോന്ന് പറയണതും ഇങ്ങനെ വരണതൊന്നും ഒക്കെ ഇഷ്ടപ്പെട്ടില്ല. ഇനിയിപ്പോൾ ഭക്ഷണം കൂടി എന്തിനാ കൊടുക്കണമെന്നുള്ളതിൽ അവൾ ചോദിച്ചു. അപ്പോൾ പറയാം മോൾ അങ്ങനെ പറയരുത്, എൻ്റെ മോളിപ്പോൾ എത്ര കാലമായിട്ട് ഈ ഹോസ്റ്റലിൽ നിന്ന് കിട്ടുന്ന ഫുഡും കാര്യങ്ങളൊക്കെ അല്ലേ ഒരമ്മ വെച്ച് കഴിക്കാനൊക്കെ പൂതി ഉണ്ടായിണ്ടാവൂലേ, അമ്മയ്ക്കൊക്കെ സങ്കടമാണ്. മോളെ കത്ത് വന്ന് അമ്മ കരയും, ചില ദിവസങ്ങളിലൊക്കെ കരയുമ്പോൾ അവൻ വന്ന് എന്തിനാ കരയണ അമ്മേ. അപ്പോൾ ഈ ചരടിമേൽ കത്തുണ്ടാവും, അപ്പോൾ എടുത്തിട്ട് നോക്കണതാണ്. അമ്മയൊന്നും പറയില്ല. അങ്ങനെയാണ് അവൻ ആ വരികൾ കിട്ടിയത്. പിന്നെ
എല്ലാ പിള്ളേരെയും എനിക്ക് ഒരുപോലെയാണ്, ഒരു സന്തോഷവും ഇല്ല, അതൊരു ജീവിതമാണെന്നൊക്കെയാണ് അവൾ എഴുതിയിട്ടുണ്ടാവുക. അതാണ്. അപ്പോൾ പിന്നെ അമ്മ സങ്കടപ്പെടേണ്ട, അവൾക്കും ഒരു നല്ല സമയമുണ്ട്. എപ്പോഴും പപ്പയ്ക്ക് ഇങ്ങനെ അവളെ കൂട്ടിലിട്ട് വളർത്താനൊന്നും പറ്റില്ല. പപ്പ പറഞ്ഞ പോലെ പപ്പ അവരുടെ അടുത്ത് നിന്ന് കൊണ്ടുപോയിട്ട് ഒക്കെ നല്ല പഠിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്നുള്ളതിൽ കൊണ്ടുപോയി അവിടെ ഹോസ്റ്റലിലൊക്കെ ചേർത്തിയ. അപ്പോൾ ചെറിയമ്മക്ക് ഇവളെ എന്താ വെച്ചാൽ ഒരു ഇടത്തി അനിയത്തി മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയ്ക്ക്. അതിൽ പിന്നെ ചേച്ചീൻ്റെ മോളാണ് ഇവള്. അങ്ങനെ ഇവള് എഴുതിയതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കരയുമ്പോൾ അവൻ പറഞ്ഞു എന്തിനാ സങ്കടപ്പെടുന്നത്, അവള് വലിയ കുട്ടി, അവള് കല്യാണമൊക്കെ കഴിഞ്ഞ് അവൾക്ക് നല്ലൊരു ചെക്കനെ കിട്ടും. അപ്പോൾ പിന്നെ എന്തിന് ചേട്ടനും ചേച്ചിയും അമ്മയും അച്ഛനൊക്കെ ഉള്ളൊരു ചെക്കനെ കിട്ടും. അപ്പോൾ അവൾക്ക് അവരെ അച്ഛനും അമ്മയ്ക്കായില്ലേ, അമ്മ എന്തിനു സങ്കടപ്പെടുന്നത്, ഇപ്പോൾ ഉള്ളൊരു ഇതുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവനെ കുറേ സമാധാനിപ്പിക്കും. ഇപ്പം എൻ്റെ കാര്യം ഒന്ന് നോക്കാമ്മ, എനിക്ക് ആരാളുള്ളത്, പിന്നെ വലിയൊരു 4 കെട്ട് പോലത്തെ വീടും കുറച്ച് പൂച്ചക്കുഞ്ഞുങ്ങൾ പോലും അവിടെ ഇല്ല, ഞാൻ എന്നിട്ട് ജീവിക്കുന്നില്ലേ എന്നും പറയും. അപ്പോൾ എനിക്കൊരു നേരത്തെ അമ്മമാർ വെച്ച ഫുഡൊക്കെ കഴിക്കാൻ എനിക്ക് പൂതിയാണ്, ഹോട്ടലത്തേക്ക് കഴിച്ച് മതി, എനിക്ക് പൂതിയാണ് അമ്മ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം അമ്മ ചെയ്യണം അത്ര. എന്തെങ്കിലുമൊക്കെ നല്ലതൊക്കെ ഉണ്ടാക്കിയാൽ ഇവനെ കൊടുക്കും, അവൻ വാങ്ങി കഴിക്കുകയും ചെയ്യും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഒക്കെ വല്ലാത്ത വിഷമം തോന്നി. നമ്മൾ പറയാം ചെറുമ്പോൾ ഞാൻ വെറുതെ പറഞ്ഞാണ്, ഞാനങ്ങനെ പറഞ്ഞതിലൊന്നും തോന്നരുത്, ഇല്ല നമ്മളെ സാറില്ല എന്ന് പറയും. അപ്പോൾ ഇവൾ കൊണ്ടു കൊടുക്കാഞ്ഞപ്പത്തിന് ഇവൻ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ടാവും. ഇറങ്ങി അപ്പോൾ പറയാ അമ്മ അറിയോ പോയി, ഇനിയിപ്പോൾ ഇത് കഴിക്കാനും നേരം ഉണ്ടാവില്ല, പോയിക്കോട്ടെ എന്നറിയും. അപ്പോൾ പിന്നെ പോവാണ്ട് അവരുടെ വീട്ടിലേക്ക് വരും. എന്നിട്ട് അമ്മ ചെറിയമ്മ ആകെ അടുക്കളയിലേക്ക് പോയിണ്ടാവും. അപ്പോൾ അമ്മ എവിടെ ഇടീന്ന് ചോദിക്കും ജിഷിനോട്. അമ്മ ഇപ്പോൾ വരൂ, അമ്മേ ഇതാ ഹരിയേട്ടൻ വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അമ്മ അടക്കാൻ വരും. എന്ത് മോനെ, ഇന്നലെ വെച്ച ചോറ് അങ്ങനെ തന്നെ ഉണ്ട് അവിടെ, ഞാൻ പുറത്തെടുത്ത് വെച്ചിന് പശുവിനെടുത്തോട്ടെ, മീനൊന്നും കിട്ടിയിട്ട് ചോറൊന്നും തിന്നില്ല എന്നുള്ള അറയ്ക്കാൻ വേണ്ടി ഈ ആളുകൾ വന്നതാണ്. അപ്പോഴും പെണ്ണിനൊരു വിഷമമായിപ്പോയി. എന്താ പറഞ്ഞാൽ ഓനെ അങ്ങോട്ട് പോകും. അങ്ങനെ പോയി പിന്നെ അവർ കളിച്ച് ചിരിച്ച് ഉച്ച വരെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ പിന്നെ അവർ കുളി ജപൊക്കെ കഴിഞ്ഞ് ഇവൾ നല്ല ബ്ലാക്കിൽ വെള്ള പൊട്ടുള്ള അന്നൊരു വേഷന്. ഇനിയിപ്പോൾ വേണ്ടില്ല, പണ്ടത്തെ കാലം എടുത്തിടുമ്പത്തിന് സിനിമയിലൊക്കെ പ്ലെയിനിൽ വട്ടം അതേപോലെ അങ്ങനെ അത് ഞാനെൻ്റെ കഥയിൽ എഴുതിയിട്ട്. അപ്പോൾ ബ്ലാക്കിന് വൈറ്റ് പൊട്ടുള്ള സാരിയും നൈസ് സാരിയും ഒരു ബ്ലാക്ക് ബ്ലൗസ് ഇട്ടിട്ട് ഇങ്ങനെ ഒറ്റ ചൊറയിലിട്ട് പൂതിയാണ് അങ്ങനെ എടുക്കാൻ. ഒറ്റ ചൊറയിലിട്ട് നമ്മളെ പൂമാനമേ അതിൽ സുമലത എടുക്കുന്നുണ്ടില്ലേ, അതേപോലത്തെ സാരി ഒക്കെ എടുത്തിട്ട് ഓളെ ഇറങ്ങിയപ്പോൾ ജിഷ മിഡിൻ്റെ ഒപ്പൊക്കെ ആക്കി. ഓളെ വല്ലാണ്ട് വർണ്ണിച്ചില്ല, അവളെ ഭയങ്കരമായിട്ട് വർണ്ണിച്ച്. അങ്ങനെ അവളങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ചെറിയമ്മ അങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ പിന്നെ ഒരു പോകുന്നത് നോക്കിന്നാൽ ചെറിയ വിളിക്കും, എടീ എന്നോട് ഞാൻ എണ്ണ എടുത്തരാൻ പറഞ്ഞിട്ട് എത്ര നേരമായി. അപ്പോൾ പറയും നോക്കി നിങ്ങൾ മഞ്ജുവിനെ കണ്ടോ, മഞ്ജുവിനെ കാണാണ്ട് എനിക്ക് കണ്ണില്ലേ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ അയാൾ കുറച്ച് സോറി പോലെയൊക്കെ പറയണത്, ഈ വയസ്സായ റൊമാൻറ്റിക്കൊക്കെ പറയും. പിന്നെ അപ്പോൾ ഇവള് എന്തോ പറയാൻ വന്നു, ഇവളെ റിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞങ്ങാണ്ട് എണ്ണയൊക്കെ എടുത്തെടുത്തിട്ട് യമ്മ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ ഇവർ അമ്പലത്തിലൊക്കെ പോയി തൊഴുത്. ഞാൻ വിചാരിച്ച അമ്പലത്തിൽ അവനെ കാണിക്കും, അമ്പലത്തിൽ കണ്ടില്ല. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഇവരവിടെ നിന്ന് തൊഴുത് കുറിയൊക്കെ വരച്ച് ഭഗവാനോടൊക്കെ പ്രാർത്ഥിച്ച് പൊക്ക് ഭയങ്കര സമാധാനമൊക്കെ കിട്ടി. എത്രയോ കാലം കഴിഞ്ഞിട്ട് അമ്പലത്തിലൊക്കെ വരുന്നത്. അവിടെ ഹോസ്റ്റല് പഠിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ച് പോവാണ് അവൾ. അങ്ങനെ ഇവക്ക് സ്വർഗ്ഗം കിട്ടിയ പോലെ അവിടെ വന്നത്. പിന്നെ ഇടയ്ക്കൊരു കല്ല് പോലെ ഇവനുണ്ട്, അതൊരു ഇതാണ്. അങ്ങനെ ഇവരിങ്ങനെ ഇവരിങ്ങനെ വരുന്ന വഴിക്ക് ഇവരെ ഇടവഴി എത്തിയപ്പോണ്ട് മുന്നിൽ ഒരാൾ പോണു. അപ്പോൾ ഇവളാ മഞ്ജിയാണ് ആദ്യം കാണുന്നത്. മഞ്ജി ചോദിച്ച് ജിഷ ഇവളവിടെ വന്ന അരിയല്ല പോണത് എന്നൊക്കെ. അപ്പോൾ ഇവളെ പറയും അരിയേട്ടൻ നടന്നൊന്നും പോലെ വണ്ടിമേലെ പോവുക, അരിയേട്ടനൊന്നല്ല, ഇവളെവിടെ രാവിലെ വരുമ്പോൾ പച്ച ഷർട്ടാണ് അവളിട്ട്, അതാണല്ലോ ഷർട്ട്. അവൾ നോക്കുമ്പോൾ പറയും അതന്നെയാണല്ലോ, എന്തിപ്പോൾ നടന്ന് പോകുന്നത് വിചാരിക്കും. പറയാം മിണ്ടാണ്ട് അങ്ങനെ അങ്ങോട്ട് പോയിക്കോട്ടെ, ഇവരെ മുന്നിലാണ്, മിണ്ടാണ്ട് അങ്ങനെ അങ്ങോട്ട് പോയിക്കോട്ടെ, നമുക്ക് മെല്ലെ പോവാറ് ഇവള്. പിന്നെ ഇനിയിപ്പോൾ ശല്യം എന്തെങ്കിലും പറയണ്ട, അത് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇവളറിയും ഇവക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്, ജിഷക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഇവളതുകൊണ്ട്
ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഇവരെന്തൊക്കെയോ പറഞ്ഞ് ഇവളെ ജിഷയ്ക്ക് മെല്ലനെ ചിരിക്കാനും ഒന്നും അറിയില്ല. അവൾ പൊട്ടി ചിരിച്ചപ്പോൾ ഇവൻ ആ ഒച്ച കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവരെ കണ്ടപ്പോൾ അവൻ അവിടെ നിൽക്കും. അവിടെ നിന്ന് ചുരിദാറൊക്കെ വാലൊക്കെ തൂക്കിയുടെ ബാക്കിൽ. അപ്പോൾ ഓനവിടെ നിന്ന് നിങ്ങളെവിടെ പോയി വരിക? അപ്പോൾ അവൾ പറയും ഞങ്ങൾ അമ്പലത്തിൽ പോയി വരികയാണ് ഹരിയേട്ടാ. ഹരിയേട്ടൻ്റെ വണ്ടി എവിടെ? എന്താ നടന്ന് വരുന്നത്? അവനൊരു പനി, ഡോക്ടറെ കാട്ടി, എന്നിട്ടോ അവിടെ 2 ദിവസം അഡ്മിറ്റാക്കിയെന്ന് പറയും. അപ്പോൾ മഞ്ജുവിനൊരു ചെറിയൊരു ഇത് ചിരി വരുമെങ്കിലും അവൾ അത് ചിരിക്കാണ്ട് തന്നെ നടക്കും. അപ്പോൾ ഇവൻ എന്തോ ഒരു കാര്യം ചോദിക്കണ്ടേനി, എന്തേനി അത് ഓർമ്മയില്ല, അതിൻ്റെ ബുക്കിൽ നോക്കണം. അപ്പോൾ ഇവള് ഒന്നും മിണ്ടാണ്ട് നടക്കുക. അപ്പോൾ ഇവൻ ചോദിക്കും ഇവളൊന്നും മിണ്ടൂലേന്ന് ചോദിച്ചാൽ ജിഷനോട് ചോദിക്കുക അല്ല ഇവളൊന്നും മിണ്ടൂലേ, ആരടുത്ത് സംസാരിക്കില്ല, ഇവള് മിണ്ടേയില്ലേ എന്ന് വെച്ചാൽ പറഞ്ഞ ഇവള് ഒന്ന് തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കിയ പഠനെ പിന്നെ ജിഷനോട് അവള് പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് വിളിക്കേണ്ട പോയിക്കോട്ടെ, അതെന്താ ചേച്ചി നമുക്ക് സംസാരിച്ചൂടെ, നല്ല സ്വഭാവമുള്ള ആര്യാണെന്ന് പറയും. എനിക്ക് എന്താ അറിയില്ല, എനിക്ക് അയാളെ കാണുമ്പോൾ പേടിയാണ് എന്നോള് പറഞ്ഞു. അത് അവള് പറഞ്ഞിട്ടുണ്ടാവും, അത് പറയാൻ ഞാൻ വിട്ടുപോയതാട്ടോ. അപ്പോൾ പിന്നെ ഇവള് പറയാം ആര്യേട്ട അവള് ഏച്ചി മിണ്ടാത്ത എന്താ പറയുക ആര്യേട്ടനെ ഏച്ചിക്ക് പേടിയാണോ അല്ലേ? അവൻ പറയണു പേടിച്ചതിപ്പോൾ ഞാനാണ്, പിന്നെ ഒരു നോട്ടം നോക്കിയപ്പോൾ ഷോർട്ട് ബ്രേക്ക്. ഇതുവരെ ഞാൻ വായിച്ചിട്ടുള്ളൂ, ഇനി കുറച്ച് കഴിഞ്ഞ് വായിച്ചിട്ട് നൈറ്റ് പറയാം. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കഥ കഴിഞ്ഞ് ടാറ്റാ, ലവ് യു. ഇനി ഗുഡ് നൈറ്റ് പറയുമ്പോൾ ബാക്കി കൂടി പറഞ്ഞിട്ട് വിടാട്ടോ. ഇഷ്ടപ്പെട്ടോ? ഹായ്, ഗുഡ് ഈവനിങ് ആണ് സമയം. ഹലോ, നമ്മൾ കണ്ണട ഇട്ടൊക്കെ ഒന്ന് നോക്കുകയായിരുന്നു. നമ്മൾ മഞ്ജുമോളെ കാണണ്ടങ്ങൾക്ക് ഞാൻ വരച്ചത് അതാ കാണിച്ചു തരാം. ആഹാ, നമ്മളെ ബുക്കിൽ വരച്ചതാ ചന്തമുള്ളത് കൺവനി എന്തിനീ വലച്ചു നീ പറഞ്ഞ മാതിരി. അപ്പോൾ പിന്നെ അമ്പലത്തിൽ പോയി വരുന്ന അവിടെയല്ലേ നിന്നത്. അപ്പോൾ ഇവൻ ചോദിക്കും, നമ്മളിനി പൊന്നാരും കിന്നാരൊന്നും പറയാൻ നിൽക്കുന്നില്ല, സമയമില്ല, 8 മണിയായി, നമ്മളെ മോപ്പം വരും. നമ്മളൊരു ചുരിദാറിന് സെലിബ്രേഷൻ ചുരിദാറിന് കട്ട് ചെയ്യായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ മോൾക്കും കട്ട് ചെയ്ത് വെച്ച്, രണ്ടാൾക്കും ഒരേപോലത്തെ. ഞങ്ങൾ ഇന്ന് വരെ ഒരേപോലത്തെ ഇട്ടില്ല, ഇനി ഇടണം, ഉത്സവത്തിന് വന്നാൽ ഇടും. അപ്പം നേരം വൈകിപ്പോയി, പാവം വരും. അപ്പം നമ്മൾ ബാക്കി പറഞ്ഞത് അവർ അമ്പലത്തിൽ പോയി വരുന്ന സമയമായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ പോയി വരുന്നപ്പോൾ പിന്നെ കണ്ടുമുട്ടിയല്ല. അപ്പോൾ ഈ ആളെ കണ്ടിട്ട് ഞാനാ പഠിച്ചതെന്ന് പറഞ്ഞ ഭാഗമല്ലേ അവിടെ രാവിലെ നമ്മൾ ബ്രേക്കിന് നിന്നത്. അപ്പോൾ അങ്ങനെ ഇവൻ ചോദിക്കും ജിഷ പിന്നെ എന്തിനാ അമ്പലത്തിൽ പോണത്? അപ്പോൾ അവള് പറയും ഒന്നുമില്ല, വെറുതെ ഒരു സംതൃപ്തി, മനസ്സിനൊരു ഇത്, സമാധാനം, അതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് പ്രാർത്ഥിക്കാൻ പോകണമെന്ന് ജിഷ പറയും. ഇവളൊന്നും മിണ്ടൂല. അപ്പോൾ പറയും ആണില്ലേ, സമാധാനവും എല്ലാം കിട്ടൂലേ, എന്നാൽ ഞമ്മക്കൊന്ന് അവിടെ പോകണം, എനിക്കൊന്നൊരു മനസ്സമാധാനമൊക്കെ കിട്ടാണ്ടെന്ന് പറയാം. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റായിട്ട് മറ്റാളെ മനസ്സിൽ അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ പിന്നെ അവൻ പറയും പിന്നെന്താ പറഞ്ഞേ? അപ്പോൾ അവൻ ചോദിക്കും ഈ കൊച്ചിയിൽ പഠിച്ച് വളർന്ന പെൺകുട്ടികൾക്കൊക്കെ വലിയ ഗമയായിരിക്കൂലേ എന്നൊക്കെ. അപ്പോൾ അതെന്താ കേട്ടാ അങ്ങനെ പറഞ്ഞു? അല്ല, എനിക്ക് ഈ ആളെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയെന്നറിയും. അത് പറഞ്ഞപ്പോൾ മറ്റാളെ മനസ്സിൽ തോന്നിയ പ്ലസ് പോയിന്റ് ഉണ്ടല്ലോ, ഒരു ദിശയായി മാറി. അപ്പോൾ പറയും എന്നാൽ ശരി നിങ്ങൾ വരും, എനിക്കിങ്ങനെ അടുത്തൊരു കൂട്ടുകാരൻ്റെ വീട്ടിലും കൂടി പോകാണ്ട് പറഞ്ഞാൽ വേറെ ഷോർട്ട് കട്ടിന് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ പിന്നെ ഇവരിങ്ങനെ പോകുമ്പോൾ അവൾ വിചാരിക്കുകയാണ് അപ്പം ഇതിനെ പറ്റി എന്തിനാ അങ്ങനെ പറഞ്ഞു, ഞാൻ എന്താ ഇപ്പോൾ കാണിച്ചതെന്നൊക്കെ അവളെ മനസ്സിലിങ്ങനെ തോന്നും. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു വീട്ടിലെത്തി ഭക്ഷണം എല്ലാം കഴിഞ്ഞ് അതിൻ്റെ കുറേ വിവരണങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ പറയണില്ല, അതൊക്കെ വായിക്കുന്നവർക്കല്ല അതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് നേരെ വെളുത്ത് ഇതേമാതിരി തന്നെ കുളിയും ചെമ്പൊക്കെ കഴിഞ്ഞ് പിന്നെ ജിഷ ഞായറാഴ്ച ഇപ്പം
ശനിയാഴ്ചയാണല്ലോ അമ്പലത്തിൽ പോയത്. നമ്മളെ വിദ്യയുടെ പോയ വാരി തന്നെ അല്ലേ. പിന്നെ അങ്ങനെ ജിഷ പിറ്റേന്ന് രാവിലെയാണോ ഇവളോട് പറയും, ചേച്ചി ഞാൻ അവിടെ അല്ല ഇവനോട് ചോദിക്കും ഹരിയേട്ട വൈകുന്നേരം വരുമെന്ന് ജിഷ ചോദിക്കും. ഇല്ലടി ഇന്ന് വരില്ല, ഇന്ന് കടയിൽ പിന്നെ ഇത് സ്റ്റോക്കൊക്കെ വരുന്ന സമയമായിരുന്നു, അതുകൊണ്ട് ഞാൻ രാവിലെ പോയി ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല, എനിക്ക് വീട്ടിൽ പോയി പിന്നെ ചോറും കറിയെല്ലാം ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പറയും നിങ്ങൾ പോയിക്കോളി എന്നിട്ടോ വേറെ വഴിക്ക് പോയി. അവൻ വേറെ വഴിക്ക് പോയിട്ട് നേരെ കവലയിലെത്തും. അവൻ ഫ്രണ്ട്സുകളെ കാണാനൊന്നും പോയതല്ല. ഓനെന്തോ ഒരു മനസ്സിനൊരു ഇത്, കാരണം അവളെ ആ സാരിയിലൊക്കെ കണ്ടപ്പോഴത്തേനും അവൻ്റെ മനസ്സിലിങ്ങനെ അത് എത്ര ഇഷ്ടം, മനസ്സിനൊരു ഇഷ്ടം, പിന്നെ അമ്മ പറഞ്ഞിട്ടുള്ളൊരിഷ്ടം ആദ്യമുണ്ട്. അപ്പോൾ വരും എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിലിങ്ങനെ കാണാനൊക്കെ ആകാംക്ഷയോടെ കൂടി നിന്നതാണ്. അപ്പോൾ പിന്നെ ഈ ആളൊന്നും മിണ്ടണമില്ല. അങ്ങനെയൊക്കെ ആയപ്പോൾ മൂപ്പരെങ്ങനെ പോയി മനസ്സിലൊരു എന്തെന്നില്ലാത്ത ഇഷ്ടം വന്നു ആ കുട്ടിക്ക്, ആ ഹരിക്ക് അവളോട് വന്നു. പിന്നെ അവൻ വീണ്ടും വന്നിടത്ത് തന്നെ എത്തിപ്പെട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇതിന്. അങ്ങനെ വൈകുന്നേരം ജിഷ പിന്നെ പറയും ഹരിയേട്ടൻ്റെ പാല് കൊണ്ടുകൊടുത്തില്ല, എന്ന് കൊണ്ടുകൊടുത്തോ ചേച്ചി, നമുക്ക് പോവാം, ചേച്ചി ഒന്ന് വരുമായിരിക്കും. അപ്പോൾ പിന്നെ അവൾ പറയും ഞാനില്ല, ഞങ്ങൾ പോയിക്കോളേ, നീ കൊണ്ടുകൊടുക്കും. എന്താ ചേച്ചി നമുക്ക് ഹരിയേട്ട അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അപ്പം നമുക്ക് ഇച്ചിരി കണ്ടിട്ട് നല്ല തമാശയൊക്കെ ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ അറിയില്ല ഞാൻ അറിയാത്തോടത്തേക്കൊന്നും പോകല്ലേ, നീ പോയിക്കോ പറയും. അങ്ങനെ ഞാൻ വിചാരിച്ചു ചേച്ചീൻ്റെ വീട് വന്നാൽ ചേച്ചീൻ്റെ വീടില്ല ഇവിടത്തിൽ വരും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഇവർക്ക് ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ തുള്ളിച്ചാടിയൊക്കെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ്. ഇവളില്ല എന്ന് പറയും. അപ്പോൾ ഇവൾ ഒറ്റയ്ക്ക് പോകും. അപ്പോൾ ഹരിയേട്ട സ്റ്റൗ കത്തിച്ചിട്ട്, അന്ന് നമ്മളെ ഗ്യാസ് അടുപ്പല്ല, നമ്മൾ ചിമ്മിടേണ്ട സ്റ്റൗ കത്തിച്ച് ചായ ഉണ്ടാക്കി ചായ കുടിക്കുന്ന ചോറിന് അരി ഇടുന്നു. അപ്പോൾ ചായ എടുത്ത് വെച്ചിട്ടുണ്ടാകും കുടിക്കാൻ പറയും ഹരിയേട്ട അതാ പാലിതാറിന്. അപ്പോൾ ഓളല്ല അവിടെ വെച്ചിട്ട് പോരല്ലോ, അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അന്ന് നേരത്തെ വന്ന് ഫുഡൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ചൊറക്ക വെക്കാനടി എന്ന് പറയും. അപ്പോൾ എന്തടി എൻ്റെ ചേച്ചീനെ ഒന്നും ഇങ്ങോട്ട് വിളിക്കായിരുന്നില്ലേന്ന് ചോദിക്കും. അപ്പോൾ പറയും ചേച്ചീനെ എങ്ങനെയാണ് ഞാൻ വിളിച്ചാൽ ചേച്ചി വരുമോ, പിന്നെ നിങ്ങളെ താമസിക്കുന്നിടത്ത് നിങ്ങളല്ലേ ക്ഷണിക്കണ്ടേ, നല്ല ഇപ്പോൾ വരുള്ളൂ, ഞാൻ വിളിച്ചാൽ വരൂലല്ലോ. ഹരിയേട്ടൻ പോവോ വിളിക്കാത്തടത്തേക്ക്? അവിടെ ഞാൻ എല്ലായിടത്തേക്കും പോകും, എനിക്ക് തോന്നിയിടത്തൊക്കെ പോകും, എന്നെ ആരും വിളിക്കണമെന്നൊന്നുമില്ല. അറിയാം നായറിനെ വരുന്നല്ലേ വിളിച്ചെന്നാണ്. അപ്പോൾ വിളിച്ചതൊന്നും അവൾ പറഞ്ഞില്ല. അപ്പോൾ അവൻ പറഞ്ഞു എടി ഞാൻ ഇങ്ങനെയായിട്ട് വിളിക്കുക, ഞാനൊക്കെ നമ്മളെ ഇവിടേക്കൊക്കെ വിളിച്ചിട്ട് വലിയ ഡോക്ടറെ മോള് നമ്മളെ ഈ ലൈനിലേക്കൊന്നും അവർ വരില്ല, അതൊക്കെ വലിയവർ, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അതങ്ങനെ തന്നെ. അപ്പം മഞ്ജുവിന് അമ്പലത്തിൽ പോയാൽ വിഷമം മാറുമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു സഹതാപവും ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ. അത് അപ്പടി ഗമ പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി കിട്ടി വെക്കും. അങ്ങനെ അവൾ പിന്നെ ചായ എല്ലാം കഴിച്ച് ഇങ്ങനെ ചാരടിമേൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ നമ്മളെ കാലം വെച്ചിരിക്കുമല്ലോ അങ്ങനെ താടിക്ക് അങ്ങനെ ഇരുന്നുണ്ടാണെങ്കിൽ എനിക്കിപ്പോൾ ഇരുന്ന് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ചാരി നിന്നിട്ട് ഇങ്ങനെ നമ്മളെ കാല് കൊണ്ടിച്ചിട്ട് മുട്ടുംകാലും മതി ഇങ്ങനെ അങ്ങനെയായിട്ട് അതിലെ എഴുതിയത്. ഇങ്ങനെ അവൾ താടിയും വെച്ച് ഇങ്ങനെ ഇരിക്കുക കാലിൻ്റെ മുകളിൽ. അപ്പോൾ ചാരിയിരുന്നു. അപ്പോൾ അവൾ ജിഷ വന്ന് പാത്രമൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് ചേച്ചീൻ്റെ അടുത്ത് മുന്നിലിരുന്നിട്ട് ചേച്ചീൻ്റെ താടിമേൽ ഇങ്ങനെ പിടിക്കുക. എന്താ ചേച്ചി എന്താ ആലോചിക്കുന്നത്? വലിയ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞു ഹരിയേട്ടൻ പറയല്ലേ ഇങ്ങനെ പറഞ്ഞ് ചേച്ചിനെ വിളിക്കായിരുന്നില്ലേ, ഞാൻ പറഞ്ഞു ഇങ്ങനെ അതുകൊണ്ടാണ് വരാത്ത വിളിക്കാത്തതിനെ കൊണ്ട്. അപ്പോൾ പറയും എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്, അതൊന്നും പറയണ്ടില്ലേ, ഒന്നും പറയാണ്ടെന്നാൽ പോരെ. അപ്പോൾ പറയും അപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞ് അവരൊന്നും വരൂലടി, അവരൊക്കെ വലിയ ഡോക്ടറെ മകളൊക്കെ അല്ലേ, നമ്മളെ ഈ ലൈനിലേക്കൊന്നും വരില്ല, നമ്മളെന്ത്. അപ്പോൾ ഒക്കെ ദേഷ്യം വെച്ച് അപ്പോൾ വലിയ ഇവന് ടൗണിൽ വലിയ തുണി ഷോപ്പൊക്കെയാണ്, പിന്നെ വലിയ നമ്മളെ ജയലക്ഷ്മി പോലത്തെ ഷോപ്പ്. അപ്പോൾ പിന്നെ അവരല്ലേ പൈസക്കാർ, നമ്മളല്ലല്ലോ. പിന്നെ എനിക്കൊന്നും കേൾക്കണ്ടായിരുന്നു, കായ് പറഞ്ഞു അങ്ങനെയൊന്നും പറയണത് ഇഷ്ടമല്ല. അവൾ നീച്ച് പോകും. പിന്നെ പിറ്റേത്തെ വൈകുന്നേരം അവൻ വരും. അവൾ എന്ത് ചെയ്യും, വേഗം അകത്തേക്ക് പോകും. ജിഷ കുലായിലിരുന്ന് എഴുതും. അങ്ങനെ എല്ലാ ദിവസവും വരും. ചെറിയമ്മൻ്റെ അടുത്ത് സംസാരിക്കും. പോകാൻ നേരത്ത് ചോദിക്കും പിന്നെ അമ്മേൻ്റെ മോളെവിടെ പോയി എന്ന് ചോദിക്കും. അവൾ അവിടെ ഉണ്ട്, അകത്ത് എന്തോ വായിക്കൊക്കെയാണെന്ന് പറയും. അങ്ങനെ എന്നും അങ്ങനെ തന്നെ. പക്ഷെ അവനെയാണെന്നുണ്ടെങ്കിൽ അവളെ കാണാൻ അത്രയും ഇഷ്ടമാണ്. അന്ന് അമ്പലത്തിൽ പോയി വരുന്നത് അവന് എത്ര ഇഷ്ടപ്പെട്ടു. അവന് ഉറങ്ങാൻ കിടന്നാലൊക്കെ അവൻ്റെ മനസ്സിൽ
ആ രൂപം തന്നെ വരിക. അത്രയും ശാലീന സുന്ദരിയായ ഒരു പെൺകുട്ടി. അവൻ്റെ ഹൃദയത്തിലേക്കാണ് അവൾ കടന്നത്. അപ്പൊക്കെ അവനെ ഇഷ്ടപ്പെട്ടു. ഇന്ന് വരെ ഇല്ലാത്തൊരിഷ്ടം. ആരോടും അങ്ങനെ ഒരു ഇഷ്ടങ്ങളൊന്നും തോന്നിയിട്ടില്ല എന്നൊക്കെ അങ്ങനെ ആലോചിച്ച് കുറേ അവളെ ഭാവനയിൽ വർണ്ണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പറയണില്ല. അങ്ങനെ ഈ ഒരാഴ്ച കഴിഞ്ഞ് എന്നും വൈകുന്നേരം ഒന്ന് സന്ധ്യയ്ക്ക് വന്ന് കുറച്ച് നേരം സംസാരിച്ചിരുന്ന്, ആദ്യമേ വരുന്നത് അങ്ങനെ സംസാരിച്ചിരുന്ന് പോവും. അപ്പോൾ ഇവളെ കണ്ടില്ല. ഒരാഴ്ച കഴിഞ്ഞ്, 2 ആഴ്ച കഴിഞ്ഞ്, 3-ാമത്തെ ആഴ്ചയായി അവളെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ ഈ 3-ാമത്തെ ആഴ്ചയിലാണ് അവർ അമ്പലത്തിലെ ഉത്സവമായിട്ട് പരിപാടിയൊക്കെ വെച്ചിട്ട് അന്ന് നോട്ടീസൊക്കെ കൊണ്ടുവന്നില്ലായിരുന്നോ? ആ പരിപാടി. അപ്പം നാളെയാണ് പരിപാടി. ഹരീൻ്റെ പാട്ടൊക്കെ ഉണ്ട്, വേളയൊക്കെ ഉണ്ട്. ഒന്നുമില്ല, ഒരു ഗായകരൊക്കെയാണ്. ഗായകന്മാരന്ന് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, എനിക്കും ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒന്ന് കളിയും തുടങ്ങി. അങ്ങനെ പിന്നെ ഇവ അന്ന് നാളെയാണ് പരിപാടി. അപ്പോൾ നാളെ ഇല്ല, നാളെ ഇനിയോ നാളെയാണ് പരിപാടി. അപ്പോൾ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണ്, മനുഷ്യനെ കണ്ടതില്ല, അവളൊന്ന് ക്ഷണിക്കണം, വരണമെന്ന് പറയണം, ഒന്ന് സംസാരിക്കണം എന്നൊക്കെ അതിയായ മോഹനുണ്ട്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നടന്നു വരിക. അപ്പോൾ ജിഷുണ്ട് ക്ലാസ് വിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും കേട്ടോ നടന്നു വരുന്നത്. അപ്പോൾ ഒന്നുമില്ല, നാളത്തെ പരിപാടിയില്ലേ, ജമാലും അല്ല മനോജ് ജിഷൻ്റെ ലവറാണ്. അത് ഇവനെ അറിയാം കേട്ടോ. അതൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അതൊക്കെ ഒഴിവാക്കിയതാണ്. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മനോജ് വന്നിട്ട് കടയിൽ ഹരി എൻ്റെ മനോജ് വന്നിനി ഇന്ന് കടയിൽ. എന്തിനാ വന്നത് ഹരിയേട്ടാ? ഞാൻ പറഞ്ഞിനി വണ്ടി എടുത്തിട്ട് പോയിക്കൊണ്ടിരുന്നു, ഓരോ സാധനത്തിന് കോടി നടക്കാനാണ്. എന്നാൽ ദുർലഭ ആളുകൾക്കൊക്കെ ഈ ബൈക്കുള്ളൂ. ഇപ്പം എല്ലാവർക്കും റോട്ടും കൂടെ പോകുന്ന ഒരു എറുമ്പിന് വരെ ഉണ്ട് ബൈക്ക് എന്ന് പറഞ്ഞ മാതിരിയാണ് കഥ. അപ്പം വാഹനങ്ങളെ കൊണ്ട് നമ്മളെ റോട്ടിൽ ഭയങ്കര ഓടാൻ സൗകര്യമില്ല അല്ലേ? എന്ത് ട്രാഫിക്കാണ്. അങ്ങനെ വലിയ മഴ കേട്ടോ. മഴ കൊണ്ട് കേൾക്കും അറിയില്ല, ഞാൻ കുറച്ച് സൗണ്ടിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ ആ വണ്ടി എടുക്കാൻ വന്നത്, അതുകൊണ്ടാണ് നടന്നിട്ട് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറയും, എടി നാളെ ഈ പിന്നെ നിങ്ങളെല്ലാവരും വരേണ്ടിട്ടോ പരിപാടിയല്ലേ? ഒന്നും പറയണ്ട, മനോജേട്ടൻ നാടകത്തിലൊക്കെ ഉണ്ട്, എന്തായാലും വരണം, കാണാൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വരാൻ പറ്റുമല്ലോ. അതെന്തേ? മഞ്ചേച്ചി വരൂല. അപ്പം എന്തായാലും അമ്മയ്ക്ക് ഹരിയേട്ടൻ്റെ പാട്ടോ എല്ലാം കേൾക്കണം. അമ്മ വരും, എന്നെ ചേച്ചീൻ്റെ അടുത്ത് നിർത്തും. ഞാൻ എന്താ ചെയ്യുക ഹരിയേട്ടാ? എനിക്ക് ആകെ വിഷമമാവുന്നു. ഇനിയിപ്പോൾ ഞാൻ വന്നില്ല, എനിക്ക് കാണാനും ആഗ്രഹമാണ്. വന്നില്ലെങ്കിൽ അവൻ്റെ അടുത്ത് പിണങ്ങും ചെയ്യുക, എന്താ ചെയ്യുക? ഞാൻ പറയാം, എന്താടി ചെയ്യുക? ഒരു വഴി പറഞ്ഞുണ്ടായി ചേട്ടാ ചേച്ചി വരാളേന്ന്. ഇവളിങ്ങനെ നടന്നുകൊണ്ട് ഇവരിങ്ങനെ നടന്നുകൊണ്ട് നമ്മളെ തേടിപ്പാറുണ്ടല്ലോ, വീട് നടന്നു വരുമ്പോൾ പറയാണ്. അപ്പോൾ ഞാൻ പറയും, ഒരു വഴി പറഞ്ഞുണ്ടാന്ന് പറയും. ഞാൻ പറയും, എന്താ ഒന്നും ഇല്ലാത്തടി, ഞാൻ ആലോചിക്കുകയാണ് എന്ത് വഴിയാണ് എൻ്റെ ചേച്ചീനെ വരുത്താനുള്ള വഴി. അത് എന്താണ്, ഒരു പ്രത്യേക ജന്മല്ലേ, എങ്ങനെ വരുത്തും നമ്മൾ ആലോചിക്കുകയാണെന്ന് പറയും. അപ്പോൾ അവളറിയാം, ഹരിയേട്ടാ ഞാൻ ഒരു കാര്യം പറയണ്ട, എന്നും വൈകുന്നേരം അമ്മ പിന്നെ അമ്പലത്തിൽ എന്നും വൈകുന്നേരമില്ല, ആഴ്ചയിൽ ഒരു ദിവസം തോന്നുന്നു, വൈകുന്നേരം ദീപാരാധന തൊഴാൻ പോകും. അപ്പോൾ ഇന്ന് പോകും. അപ്പോൾ ഹരിയേട്ടാ അപ്പോൾ ഒന്ന് വന്നിട്ട് ചേച്ചീനെ ക്ഷണിക്ക്. അപ്പോൾ പിന്നെ ഞാനപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പാല് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകേണ്ടി ഏട്ടൻ വരുന്നു നിൽക്കിയിട്ട്. അപ്പോൾ പറഞ്ഞാൽ മതി. അതൊക്കെ ശരി തന്നെയാണ്, ഞാൻ വരികയൊക്കെ ചെയ്യാം. പറഞ്ഞിട്ടുണ്ടാടി എൻ്റെ ചേച്ചിന് എന്ന് വരും, ഞാൻ പറയണേ കേൾക്കാൻ. അവനത് കേൾക്കാതെ കൊടുക്കില്ല, നിന്ന് വരും, അതേ ഉള്ളൂ. ഒക്കെ നടക്കേക്കുന്നത്. എന്നാൽ ശരി എന്ന് പറഞ്ഞ് അവൾ വേഗം അങ്ങോട്ട് പോകും. ഞാൻ വേഗം പോട്ടെ, നേരം വൈകി നടങ്ങണ്ട് അവൾ ഓടിപ്പോകും. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഉണ്ടാവും വണ്ടി മേലെ പറന്ന് വരുന്ന് ആരും ഇവിടെ മനോജ്. അപ്പോൾ എന്താടാ അങ്ങനെ ആളെ കൊല്ലണ വിധത്തിലൊക്കെ വരുന്നത്, തട്ടു പോകേണ്ട വഹയാന്നൊക്കെ അവൻ പറയും. അവർ ഈ എന്ത് അല്ല, നമ്മളെ തമ്പുരാട്ടി ഒന്നും 3-3:30 ആകുമ്പത്തിന് ഇവിടെ എത്താൻ പറഞ്ഞേനി. 3-3:30 ആകുമ്പത്തിന് ആളെ ഇനി കാണൂല, കാരണം ആള് വീട്ടിലെത്തിന്ന് പറയും. ആണോ? എന്നാൽ ഇനി കുറച്ച് അലങ്കാരത്തിനൊക്കെ പൂക്കൾ വാങ്ങാണ്ട്
ഒക്കെ വാങ്ങാൻ പോകാനുള്ളതാണ്. ഞാൻ പോട്ടെ എന്നാൽ ഹരിയേട്ടാ കയറുക, ഹരിയേട്ടന് ഇന്ന് നേരത്തെ കഴിഞ്ഞില്ലേ, കയറി വണ്ടിയിൽ കയറും, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാറ്. അപ്പോൾ വണ്ടിയിൽ കയറി, ഹരീൻ്റെ വണ്ടിയാണ്. അങ്ങനെ പോയി കുറേ കൊട്ടയിൽ കണക്കിന് പൂക്കളൊക്കെ വാങ്ങി അങ്ങനെ അവർ ഇറങ്ങുമ്പോൾ ഹരി അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് കുറച്ച് മുല്ലപ്പൂ അങ്ങോട്ട് വാങ്ങും മക്കളെ. മുല്ലപ്പൂ നല്ല വിരിയാൻ പോകുന്ന മൊട്ട് വാങ്ങി പൊതിഞ്ഞ്, ഇതെന്തിനാ ഹരിയേട്ടാ? അതൊന്ന് മുല്ലപ്പൂ എപ്പോഴും നമുക്ക് നല്ലതല്ല എന്ന് വാങ്ങി വെച്ച്, അങ്ങനെ നമ്മളെ വീഡിയോക്ക് ചാഞ്ചാട്ടം വരുന്നുണ്ടോ, വാങ്ങി വെച്ച് അവൻ വൈകുന്നേരത്തിന് വീട്ടിൽ ചെന്ന് മേലൊക്കെ കഴുകി കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് പിന്നെ വീഡിയോക്ക് ചാഞ്ചാട്ടം. ഞാൻ വീഡിയോ നിർത്താൻ പോകട്ടോ. കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചാൽ നല്ലൊരു ടീഷർട്ടൊക്കെ ഇട്ട് അടിപൊളിയായി അണിഞ്ഞൊരുങ്ങി അവിടെ കാണാനുള്ള കൊതി കൊണ്ട് അങ്ങനെ അവനൊരു അതിൽ ഒരു ലെറ്റർ എഴുതി വെക്കുക. ഒരു ചെറിയ കടലാസത്തുണ്ടിൽ അവൾക്കൊരു ലെറ്റർ എഴുതുക. അങ്ങനെ വൈകുന്നേരം കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ പേപ്പറിൽ അവനൊരു ലെറ്റർ എഴുതി അവൾക്ക്. എന്ത് വിചാരിച്ചിട്ടാണെന്നാവൂല, ഒന്ന് സംസാരിച്ചിട്ട് പോലില്ല. അപ്പോഴേക്കും എന്ത് ധൈര്യം, അവൻ്റെ മനസ്സിലാവാൻ തീരുമാനിച്ച് ആ പെൺകുട്ടിയാണ് എൻ്റെ പെണ്ണ് എന്നുള്ളത് അങ്ങ് മനസ്സുകൊണ്ട് തീരുമാനിക്കുക. ആ പെണ്ണിൻ്റെ നോട്ടം പോലും കിട്ടിയില്ല ഒരു യെസ് എന്നുള്ള, പിന്നെ സംസാരിച്ചിട്ട് പോലും ഇല്ല. എന്ത് ധൈര്യത്തിലാണെന്നറിയില്ല. അവർ ലെറ്റർ എഴുതി വെച്ചിട്ട് ഒരു പിന്നെ ഈ ഇതുണ്ടല്ലോ മുല്ലപ്പൂ പൊതിഞ്ഞതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ, ഈ ലൈനിൻ്റെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ നിൽക്കുക, അമ്മ അമ്പലത്തിൽ പോകണമെന്ന് നോക്കിയിട്ട്. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ജിഷ പാലൊക്കെ എടുത്ത് വെച്ച് റെഡി ആയിട്ട് നിൽക്കുക, ചേട്ടൻ വരുമ്പോൾ അങ്ങോട്ട് പോവാൻ. അപ്പം പിന്നെ അമ്മ അറിയും, പിന്നെ മോളെ ഞാൻ പോയിട്ട് വരാമെന്നറിയും. അപ്പം മഞ്ജു വിളക്കിലൊക്കെ എണ്ണയൊക്കെ പറഞ്ഞ് തിരിയൊക്കെ ഇട്ട് വെച്ച് വൈകുന്നേരം മേലൊക്കെ കഴുകി റെഡായിട്ടിരിക്കുക, വിളക്കത്തിക്കുക. ഓളാനെ വീട്ടിൽ വന്നതിന് ശേഷം വിളക്കത്തിക്കുക. അപ്പോൾ അമ്മ പോകുന്നത് കണ്ടേം വഴിക്ക് പിന്നെ ഹരി എന്ത് ചെയ്യും, വേഗം ഈ കടലാസ് കൊടുക്കുക, ഈ പൊതിൻ്റെ ഉള്ളിലല്ല വെച്ചിട്ടോ, കയ്യിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് അമ്മ പോയത് അങ്ങോട്ടേക്ക് വരുന്നതെന്ന് കണ്ട പറഞ്ഞ ജിഷു നെയ്യും പാത്രത്തിൽ പാലൊക്കെ നിറച്ചിട്ട് വേഗം ആ പാലെടുത്ത് റെഡിയായിട്ട് നിന്നിട്ട് പിന്നെ ഇവൻ വരുന്നതെന്ന് കണ്ട പാടണം. ചേച്ചി ഞാൻ ഇപ്പോൾ വരാം, ഞാൻ പാല് ഒന്ന് കൊടുത്തു. ഈ സന്ധ്യ സമയത്തോ ഈ എങ്ങോട്ടാ ഇപ്പോൾ പോണത്, ഇത്ര നേരം ഈ എന്താക്കിനെ, ഈ അതൊക്കെ കഴിഞ്ഞിരിക്കുകയെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് പേടി കേട്ടോ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക. അതാ ഞാൻ ഇപ്പോൾ വന്ന് നേരം കണ്ട് ഓളം അങ്ങോട്ട് പോകും. അവൻ പഠിപ്പുര കിടന്ന് അങ്ങനെ വരും. ഷോർട്ട് ബ്രേക്ക് ഇനി നാളെ രാവിലെ കണ്ടടേ 8:30 എൻ്റെ മോൻ വരും. ഇനി പെട്ടെന്ന് പറഞ്ഞാൽ ഫുള്ള് ആൾ കാണുമല്ലോ, വീഡിയോ നീണ്ടു പോകും. രാവിലെ പറഞ്ഞതുണ്ട്. അപ്പോൾ ഗുഡ് നൈറ്റ്, ലവ് യു. എൻ്റെ കഥ ഇഷ്ടപ്പെടുമെന്ന ശുഭപ്രതീക്ഷയോടെ നമ്മൾ എഴുതിയ കഥേൻ്റെ വരികൾ കാണുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് ആ പെണ്ണ്, എൻ്റെ ഭാവനയിൽ വരച്ചതാണ്. ഇപ്പോഴാണ് ഇതിലൊന്നും കൂടി നന്നാക്കി വരയ്ക്കുക. അപ്പം ഞാൻ ലവ് യു. എൻ്റെ കുഞ്ഞു മക്കളാണ്. എൻ്റെ മക്കൾക്കൊക്കെ ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നുകൊണ്ട് എല്ലാവരും വീട്ടിലെത്തി ചായയൊക്കെ കുടിച്ച് പിന്നെ TV ഒക്കെ കണ്ട് രാത്രി പിന്നെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഉറങ്ങാൻ നേരത്ത് ഒന്ന് എൻ്റെ വീഡിയോ നോക്കിയിട്ട് എൻ്റെ കഥയൊന്ന് കാണണേ. എൻ്റെ മോള് സിനിമയൊക്കെ കാണിച്ച കഥയാണ് ഞാൻ ഇതിലിടുന്നത്. ഇന്ന് വിളിച്ചിട്ട് എന്താ പറയുക പറഞ്ഞത്, അമ്മ മിക്കവാറും അമ്മേൻ്റെ കഥ ആരെയും മോഷ്ടിക്കാതെ ഉറപ്പായിട്ട് മോഷ്ടിക്കുക. അവന് മോഷ്ടിക്കട്ടെ എന്തായാലും, ഈ അണക്കെന്തായാലും പറ്റുന്നില്ലല്ലോ. അമ്മ ഇനിയിപ്പോൾ അത് ഇടണമെന്ന് തീരുമാനിച്ചല്ലെങ്കിൽ ഇപ്പം ഞാനൊന്നും പറയണില്ല. എന്തായാലും അവൾക്ക് അതിനൊന്നും പറ്റൂല എന്നൊക്കെ. അപ്പം ഇവിടെ ശ്രീനിവാസൻ മോഹൻലാലിൻ്റെ കഥ മോഷ്ടിച്ച മാതിരി ആരെങ്കിലും മോഷ്ടിച്ച എന്തേ ചെയ്തോട്ടെ. അല്ല പിന്നെ എത്രയൊക്കെ അല്ല ഞാൻ സൂക്ഷിച്ച് എൻ്റെ കുഞ്ഞുങ്ങളോടല്ല പറയണത്, മോഷ്ടിക്കട്ടെ, വിളിയുമൊക്കെ ആണെങ്കിൽ ആക്കട്ടെ എന്ന്. നമുക്കൊന്നും വേണ്ട. അപ്പം ടാറ്റാ, ലവ് യു. ഇപ്പോഴൊക്കെ ഇനി വലിഞ്ഞു പോകണമെന്ന് നോക്കണ്ടാന്ന്, പൊളിയാന്ന് നിർത്തട്ടെ. അപ്പം സുഖനിദ്ര, ശുഭനിദ്ര. Good night.